അമേരിക്കക്കെതിരായിട്ടുള്ള വികാരം അല്ലെങ്കിൽ അമേരിക്കക്കെതിരായിട്ടുള്ള എതിർ വോയിസുകൾ യു എയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അബ്ദുൽ ഖാലിഖ് അബ്ദുള്ള എന്ന് പറയുന്ന വിസിബിൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പബ്ലിക് വോയിസ് ഇൻ യു എ, അതായത് യു എയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് ഇതിനെതിരായിട്ടുള്ള ഒരു ഡിസെന്റ് വോയിസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് യു എ അമേരിക്കൻ ബേസുകളെല്ലാം പുറത്താക്കണം, അല്ലെങ്കിൽ യു എയിൽ നിന്നുള്ള അമേരിക്കൻ ബേസുകളെല്ലാം ഒഴിപ്പിക്കുകയും യു എയുടെ സെക്യൂരിറ്റി സ്വന്തം നിലയ്ക്ക് ഏറ്റെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പുള്ളി ഒരു ചില്ലറക്കാരനല്ല. ഇപ്പൊ യു എയിലുള്ള പൊളിറ്റിക്കൽ സ്ഫിയറിലും അതേപോലെ തന്നെ പോളിസി ഡിസിഷനിലെല്ലാം പാർട്ടാവുന്ന അല്ലെങ്കിൽ അതിലെല്ലാം ഒരു വോയിസ് ഉള്ള ഒരാളും കൂടെയാണ് ഈ പറഞ്ഞ വ്യക്തി. മാത്രമല്ല യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്കിടയിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ കൂടിയാണ് പുള്ളി. അപ്പം പുള്ളിയാണ് പറഞ്ഞത് യു എയിൽ നിന്നുള്ള അമേരിക്കൻ ബേസുകളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ യു എ അമേരിക്കൻ ബേസുകളോട് അവിടെ നിന്ന് മാറാൻ പറയണം, സ്വന്തം നിലയ്ക്ക് സെക്യൂരിറ്റി ഏറ്റെടുക്കണം എന്നുള്ളത് പറയുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നൊരു കാര്യം, അമേരിക്ക ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാൻ അമേരിക്കയെ തിരിച്ചാക്രമിച്ചത് ഇറാനിൽ നിന്നും ഏതെങ്കിലും ഒരു ബാലിസ്റ്റിക് മിസൈല് അമേരിക്കയിലോട്ട് തൊടുത്തു വിട്ടുകൊണ്ടല്ല. പകരം യു എയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒക്കെയുള്ള യു എസ് ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടാണ്. യു എസ് ബേസുകൾക്ക് നേരെയാണെന്നുണ്ടെങ്കിലും ഈ യു എസ് ബേസുകളെല്ലാം ഉള്ളത് യു എ പോലെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന ഡ്രോൺ അറ്റാക്കിനെയും മിസൈൽ അറ്റാക്കിനെയും ഒന്നും തന്നെ യു എസ് പ്രതിരോധിച്ചില്ല എന്നുള്ള ഒരു വാദം ഇപ്പോഴും പബ്ലിക് സ്ഫിയറിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക പ്രതിരോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബേസുകൾ ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു കരാർ എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾക്ക് നേരെ വരുന്ന ഏതൊരു ത്രെട്ടിനെയും അമേരിക്ക നേരിട്ടുകൊള്ളും, അല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളതാണ്. അമേരിക്ക പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളത് പാലിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്കയുടെ പ്രസൻസ് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറിയതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളോടും അതേപോലെ തന്നെ ഇറാന്റെ ഡ്രോണുകളോടും എല്ലാം പ്രതിരോധിച്ചത്, അല്ലെങ്കിൽ ഈ ഡ്രോണുകളെല്ലാം തന്നെ പ്രതിരോധിച്ചത് യു എക്ക് സ്വന്തമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ്. സ്വന്തമായി നിർമ്മിച്ചവയല്ല, യു എ തന്നെ കൺട്രോൾ ചെയ്യുന്ന, യു എന്റെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പ്രതിരോധിച്ചത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, യു എയിൽ പലതരത്തിൽ ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാവുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഖത്തറിലടക്കം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ടൺ കണക്കിന് ഭാരം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ എയറിൽ വെച്ച് തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ തകർത്ത് വിടുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടും ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന നിലയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അബ്ദുൽ ഖാലിഖ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പ്രസ്താവന പങ്കുവെക്കുന്നത്. അതായത് യു എസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, യു എസിന്റെ പ്രസൻസ് തന്നെ ഒരു ത്രെട്ട് ആവുന്ന രീതിയിലോട്ട് മാറി എന്നുള്ളതാണ്. നമുക്കറിയാം യു എനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹെവൻ, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ട്രേഡും ബിസിനസ്സും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്കാണ് യു എനെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നത്. മാത്രമല്ല, യു എന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഓയിലും അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസുമാണ്. പക്ഷേ യു എയിലെ ഭരണാധികാരികളും ഇതിനെ കുറച്ച് ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഓയിലിന്റെ ലഭ്യത ഒരു സമയത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, LNG ഗ്യാസിന്റെ ലഭ്യതയും ഒരു സമയത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ യു എ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ആ സർവൈവൽ ടാക്ടിക്സ് ആണ് യഥാർത്ഥത്തിൽ യു എനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹെവൻ ആക്കി മാറ്റുക എന്ന് പറയുന്നത്. വളരെ സ്ലോലി അവർ വേറൊരു മേഖലയിലോട്ടും കൂടെ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ടൂറിസം ഹബ്ബായിട്ടും യു എനെ മാറ്റി എന്നുള്ളതാണ്. അതായത് ദുബായ് ടൂറിസം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വെച്ചിട്ട് തന്നെ അവരതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതേപോലെ തന്നെ എത്തിഹാദ് പോലെയുള്ള വിമാന കമ്പനികൾ ഉപയോഗിച്ചിട്ട് യു എനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസിറ്റ് ഹബ്ബാക്കി മാറ്റുകയും കൂടെ ഇവർ ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിലുള്ള ഏത് രാജ്യത്തോട്ടുള്ള കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലേക്ക് യു എ മാറി എന്നുള്ളതാണ്. അപ്പോൾ
ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് ഇതിന്റെ ലഭ്യത ഏതെങ്കിലും സമയത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ യുടെ എക്സിസ്റ്റൻസ് ത്രട്ടൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യുഎനെ തന്നെ വേറെ പല ഡയമെൻഷനിലോട്ടും യുഎനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ലോകത്തിലെ ഒരു സോഫ്റ്റ് പവറായി മാറാനും യുഐക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹെവൻ, ബിസിനസ്സുകൾ ഏറ്റവും ഈസി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അതേപോലെ തന്നെ ടൂറിസത്തിന്റെ മേജർ ഏരിയ, അതേപോലെ തന്നെ വേൾഡ് ട്രാൻസ്പോർട്ടേഷന്റെ ട്രാൻസിറ്റ് ഹബ്ബ് എന്ന് പറയുന്ന ആ 4 പോയിന്റുകളുടെ മേലെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധം ബോംബിട്ടത് എന്നുള്ളതാണ്. ഒരു വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സ്ഥിതിയിലോട്ട് മാറി. അതേപോലെ തന്നെ യുഎയിലോട്ട് ടൂറിസ്റ്റുകൾ വരാത്ത അവസ്ഥയിലോട്ട് മാറി. അതേപോലെ തന്നെ ഇറാന്റെ ഈ ആമസോൺ പോലെ അതേപോലെ തന്നെ മെറ്റ പോലെയുള്ള ഡാറ്റാ സെന്ററുകളിലേക്കുള്ള അറ്റാക്ക് ഈ പറയുന്ന ബിസിനസ് ഹെവൻ അല്ല എന്നുള്ള ഒരു ബിസിനസ് ഹെവൻ ഒരു ബ്ലാക്ക് മാർക്ക് കിട്ടുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോ ടോട്ടലി യുഐന്റെ താല്പര്യങ്ങൾക്ക് മുകളിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ വാറിനെ കൊണ്ടുപോയി വെച്ചത് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. അത് മാത്രമല്ല, ഹോർമൂസ് അടച്ചതോടുകൂടെ യുഐന്റെ ഓയിലും യുഐന്റെ ഗ്യാസും ഇവർക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ ഈ പറയുന്ന അമേരിക്കനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് വരെ ടോക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുമെങ്കിലും അമേരിക്കയുടെ പ്രസൻസ് തന്നെ നമുക്കൊരു ത്രെട്ടായിട്ട് മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിലാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരി കൂടെ യുഎസിന്റെ തലപ്പത്തുള്ളത് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിനും ഒരു ഡിപ്ലോമാറ്റ്സിനും ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലും ആന്റിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീൽ ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥ. ഇയാൾ ഏത് സമയത്ത് എന്ത് കാര്യം വേണമെങ്കിലും വിളിച്ചു പറയാം. ഇയാൾക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ ഇയാൾ കാര്യങ്ങൾ ചെയ്തേക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഡിസൈൻ വോയിസുകൾ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്.